മിനിസ്റ്റർ അവർ ഇന്നത്തെ ചർച്ചയിലേക്കാണ് പോകുന്നത്. മുസ്ലിം ലീഗിൽ വനിതകൾക്ക് സീറ്റ് നൽകാത്തതിൽ വനിതാ ലീഗിന് പ്രതിഷേധം. സംവരണത്തിലൂടെ മാത്രമേ സ്ത്രീകളെ നിയമസഭയിലും പാർലമെന്റിലും എത്തിക്കാൻ കഴിയൂവെന്ന് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഖമറുന്നീസ അൻവർ പറഞ്ഞു. UDFൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും ഖമറുന്നീസ അൻവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വനിതകൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ പരിഗണന നൽകണമെന്ന് വനിതാ ലീഗ് നേരത്തെ രേഖാമൂലം സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് സീറ്റില്ല. ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമേ സ്ത്രീകളെ കുറേ പേരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസിലും ലീഗിലൊക്കെ അത് വളരെ കുറവ് തന്നെയാണ്. സ്ത്രീകൾ മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന ധാരണ ശരിയല്ലെന്നും വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. വനിതാ ബില്ല് പാസ്സായാലേ സ്ത്രീകൾക്ക് അവരറിയിക്കുന്ന സ്ഥാനം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാലങ്ങളായി മത്സരിക്കുന്നവർ മാറാൻ തയ്യാറാവാത്തതാണ് വനിതകൾക്കും യുവാക്കൾക്കും സീറ്റ് നിഷേധിക്കുന്നതിന് പ്രധാന കാരണമെന്നും ഖമറുന്നീസ അൻവർ കൂട്ടിച്ചേർത്തു. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് 25% പ്രാതിനിധ്യം വേണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും സമീപിച്ചിരുന്നു. ഒരു ജില്ലയിൽ ഒരു വനിതയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്നും ബിന്ദു കൃഷ്ണ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു ജില്ലയിൽ ഒരു വനിത എന്ന നിലയിലെങ്കിലും സ്ത്രീകളെ പരിഗണിക്കണം. ഏറ്റവും കുറഞ്ഞത് 2-3 ആകുന്നതിൽ ഒരു കുഴപ്പമില്ല, കുറവില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരാളെയെങ്കിലും പരിഗണിച്ച് 14 ജില്ലകളിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ UDF തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രത്യേകമായ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ കൊടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കെ എല്ലാ പാർട്ടികളിലും വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന വിഷയമാണ് ഇന്ന് മിഡിസ്റ്റ് അവർ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം മുസ്ലിം വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് ന്യൂസ് ഫ്ലോറിലുണ്ട്. വെൽഫെയർ പാർട്ടി നേതാവ് EC ആയിഷ മലപ്പുറത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. CPM നേതാവ് PK ശ്രീമതി ടീച്ചറെ ടെലിഫോൺ ലൈനിലും ഒപ്പം മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണയെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി നൂർബിന റഷീദ്, ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് ഇറക്കുന്നതിന് തൊട്ട് മുൻപ് പാർട്ടി അധ്യക്ഷൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ മാധ്യമപ്രവർത്തകർ സമീപിച്ച സമയത്ത് വനിതകൾക്കും യുവാക്കൾക്കുമൊക്കെ അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും എന്നൊരു പ്രതികരണമായിരുന്നു തങ്ങൾ നടത്തിയത്. പക്ഷേ 20 മണ്ഡലങ്ങളിലെ ലിസ്റ്റ് പുറത്തു വന്നു, ആർക്കുമില്ല. ഇനി 4 പ്രഖ്യാപിക്കാനുണ്ട്. അവിടെ പ്രതീക്ഷയുണ്ടോ? എന്താണ് വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലീഗ് ലഭിക്കാത്തതിനുള്ള കാരണം? കാരണം ഞങ്ങളല്ല പറയേണ്ടത്. എന്തുകൊണ്ട് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ള കാരണം പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. വനിതാ ലീഗ് അച്ചടക്കത്തോടു കൂടി ഒരു പോഷക സംഘടന വർഷങ്ങളായി 19 വർഷമായി കേരള മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പം അത് ദേശീയ തലത്തിലും വനിതാ ലീഗ് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും 4 സീറ്റ് വരാനുണ്ടല്ലോ, പ്രതീക്ഷ കൈവിടുന്നില്ല. 4 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് വനിതാ ലീഗിന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വനിതാ ലീഗ് എന്നും പ്രതീക്ഷിക്കാൻ നമുക്കൊരു കുഴപ്പമില്ലല്ലോ. പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ അർഹമായ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തിക്കൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിനും അറിയാം. എല്ലാ പോഷക സംഘടനകളും ഇപ്പം മുസ്ലിം ലീഗിൻ്റെ എല്ലാ പോഷക സംഘടനകളും വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലത്തെ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ഒറ്റ തവണ മാത്രം ഖമറുന്നീസ അൻവർ 96-ൽ കോഴിക്കോട്ട് മത്സരിച്ചു, പരാജയപ്പെടുകയും ചെയ്തു. ഒറ്റ തവണ മാത്രമാണ് കൊടുത്തത്. ലീഗിനകത്ത് ഇങ്ങനെ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കണമെന്നൊക്കെ ലീഗിൻ്റെ പ്രാസംഗികന്മാർ പല വേദികളിലും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇവിടെ വിജയസാധ്യത ഇല്ല എന്നുള്ള ഒരു ഘടകമാണോ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ഘടകങ്ങളായിരിക്കാം ഈ വനിതകളെ മാറ്റി നിർത്തുന്നതിന് പിന്നിൽ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് കാരണത്താലാണ് വനിതകൾക്ക് സീറ്റ് നിഷേധിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാറില്ല. എന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ ചോദിക്കാറില്ല. ഞങ്ങൾ
സീറ്റിന് ആവശ്യപ്പെടും. എന്തുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നു എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഞങ്ങൾ അച്ചടക്കത്തോട് പ്രവർത്തിക്കുന്നു. പിന്നെ അന്ന് ഒരാൾക്ക് കൊടുത്തു തോറ്റത് എന്ന് പറയുന്നത് അന്നത്തെ പല സാഹചര്യങ്ങളുമായിരിക്കാം. വനിതകളായതുകൊണ്ട് മാത്രം തോക്കൂ എന്നൊന്നും ഇല്ല. ഇപ്പം കേരളത്തിൽ ഇപ്പം 140 മണ്ഡലത്തിലും വനിതകളല്ലല്ലോ തോറ്റു പോകുന്നത്. ഇപ്പം ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ പുരുഷന്മാരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വനിതകൾ വനിതാ ലീഗിലുണ്ട്. നല്ല വിദ്യാസമ്പന്നർ, കഴിവ് തെളിയിച്ചവർ, പ്രാപ്തരായ വനിതകൾ ഒരുപാട് എല്ലാ ജില്ലകളിലും നമുക്കുണ്ട്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് വനിതകൾക്കുള്ള പ്രാതിനിധ്യം ലീഗിൽ തന്നെ? അല്ല, ത്രിതല പഞ്ചായത്തിൽ സംവരണം ഉള്ളതുകൊണ്ട് ഈവൻ ത്രിതല പഞ്ചായത്തിൽ സംവരണത്തിൽ മാത്രമല്ല വനിതകൾ മത്സരിച്ച് വിജയിച്ചത്. ഒരുപാട് സ്ഥലത്ത് ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. റൈറ്റ്. ശ്രീമതി EC ആയിഷ, ലീഗിലെ കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ലീഗിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അതിനപ്പുറത്ത് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടിരിക്കുന്നത് 25% സീറ്റുകൾ തങ്ങൾക്ക് വേണം എന്നാണ്. പക്ഷേ അത് നിവർത്തിച്ചു കൊടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഈ സംവരണം നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇത് അർഹമായ പ്രാതിനിധ്യം വനിതകൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് കമറുന്നീസ അൻവർ പറയുന്നത്. അങ്ങനെ തന്നെയാണോ? നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സംവരണം വന്നെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ വല്ല സ്ഥാനവും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ സ്ത്രീകൾക്ക് 50% സംവരണം വന്നപ്പോഴാണ് കുറേ സ്ത്രീകൾ രാഷ്ട്രീയ മേഖലയിൽ കടന്നു വരുവാനും അവരുടെ കഴിവും മികവും ഒക്കെ അവർക്ക് പ്രകടിപ്പിക്കുവാനും ഒക്കെ സാധിച്ചത്. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് പറഞ്ഞത് സംവരണ സീറ്റിൽ മാത്രമേ സ്ത്രീകളെ മത്സരിപ്പിക്കാവൂ, മറ്റേ ജനറൽ സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കരുത് എന്നാണ്. അപ്പോൾ സംവരണം വന്നെങ്കിൽ തന്നെ നല്ല നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള വനിതാ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നുർബീന പറഞ്ഞതുപോലെ, ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെയൊക്കെ സമര കൂട്ടായ്മകളിലാകട്ടെ, തൊഴിൽ മേഖലയിലാകട്ടെ, കായിക സാംസ്കാരിക സാഹിത്യ മേഖലയിലൊക്കെ തന്നെ പുരുഷനോടൊപ്പം പലപ്പോഴും പുരുഷനേക്കാൾ ഒരു പടി കൂടി മുന്നിട്ട് നിന്നുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കഴിവും മികവും ഒക്കെ പ്രകടമാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾ ഈ അധികാരത്തിലൊക്കെ വന്നിടത്ത് അഴിമതി രഹിത ഭരണമാണ്. നല്ല വലിയൊരു ശതമാനം വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല മനുഷ്യപ്പറ്റുള്ള സൗഹൃദപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല രാഷ്ട്രീയ മേഖലയിലും എല്ലാ മേഖലയിലും കഴിവും മികവും തെളിയിക്കുവാൻ സ്ത്രീകൾക്ക് അവസരം കിട്ടിയത് ഈ സംവരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ 33% സംവരണം സ്ത്രീകൾക്ക് വേണം, സ്ത്രീകളെ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും വരണം എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അത് നടപ്പിലാക്കാൻ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും അവർ പരിശ്രമിക്കുന്നില്ല. ഇന്നും ആ ബില്ല് പാർലമെന്റിന്റെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ചിരിക്കുക. സ്ത്രീകൾ ആ വിഷയത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ശ്രീമതി EC ആയിഷ, ഇപ്പോൾ ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിലുണ്ട്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ. ശ്രീമതി ബിന്ദു കൃഷ്ണ, 25% പ്രാതിനിധ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വേണം എന്ന് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിവ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെയും ഒപ്പം സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ മഹിളാ കോൺഗ്രസ് സമീപിച്ചു എന്നും അറിയുന്നു. പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ശുഭാപ്തി വിശ്വാസമാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സ്ത്രീകൾക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ അവസരം ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ തന്നെ സമീപ ഭൂതകാലത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ അത്രയും പ്രതീക്ഷ നമുക്ക് കിട്ടുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ നിയമസഭയിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നിരവധി വനിതകളെ നിയമസഭയിൽ എത്തിച്ച ചാരിതാർത്ഥ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലുണ്ട്. രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഗവർണറെയും കേന്ദ്രമന്ത്രിയെയും എല്ലാം വനിതകളെ ആ നിലയിൽ എത്തിച്ചത് ഈ പ്രസ്ഥാനമാണ്. പക്ഷെ എന്നിരുന്നാലും വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന സത്യത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇടപെടലിന്റെ കുറവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേരോട്ടം താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും
അട്ടിമറി വിജയം നേടിയെടുക്കുവാൻ പല പുരുഷ സുഹൃത്തുക്കൾക്കും യുവ സുഹൃത്തുക്കൾക്കും കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലൊരു തിരുത്തൽ ശക്തിയായി മാറുവാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അട്ടിമറി വിജയം അവകാശപ്പെടുവാൻ സാധാരണഗതിയിൽ സ്ത്രീകൾക്കാകുന്നില്ല. അതിന്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിന്റെ കുറവ് കൂടിയുണ്ട്. സ്ത്രീകളെ നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും സജീവമായും രാഷ്ട്രീയ രംഗത്ത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം നേടുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ കാര്യം മാറ്റി നിർത്തി കോൺഗ്രസിനകത്തെ കാര്യങ്ങളിലേക്ക് മാത്രം വരികയാണെങ്കിൽ ആരാണ് വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്നതിന് പിന്നിൽ കാരണക്കാരായി വർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ 3 പതിറ്റാണ്ടോളമുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും വനിതകളെ മാറ്റി നിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ല. വിശേഷിച്ച് നേതൃതലങ്ങളിലുള്ളവർ. ധാർമ്മികമായ പിന്തുണ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചു വരുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്നത് പലപ്പോഴും വനിതകളായി പോകുന്നു. അതിന്റെ അടിസ്ഥാന കാരണം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിന്നബിലിറ്റിയായി പാർട്ടി കാണുന്നതെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്താനാകില്ല. നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പരമാവധി വിജയം നേടിയെടുക്കുക എന്നതാണ് ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ വനിതകൾ UDFന് വിജയസാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പോകുന്നു. ഈ കാര്യത്തിന് പരിഹാരം കാണണമെങ്കിൽ ഞാനടക്കമുള്ള വനിതാ പ്രവർത്തകരുടെ മാത്രം ഇടപെടൽ കൊണ്ടാവില്ല. സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള എല്ലാവരുടെയും കൂടെ പിന്തുണ, വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണയും കൂടി കിട്ടിയാലേ മതിയാകൂ. അത്തരമൊരു ചർച്ചകളിലേക്ക് ഇത്തരം അവസരങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. റൈറ്റ്, തിരികെ എത്താം താങ്കളിലേക്ക്. ടെലിഫോൺ ലൈനിൽ താങ്കൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി നൂർബിന റഷീദ്, സ്ത്രീകൾക്ക് മതിയായ സംവരണം, മതിയായ പ്രാതിനിധ്യം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വേണമെന്ന് താങ്കളും ഖമറുന്നീസ അൻവറും ഒക്കെ ആവശ്യപ്പെടുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു അജണ്ട മുൻപിൽ വെച്ച് നടത്തിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഖമറുന്നീസ അൻവറും താങ്കളും പങ്കെടുത്തിരുന്നു എന്നാണ് അറിവ്. പക്ഷേ അതിൽ വനിതാ ലീഗിന് പ്രാതിനിധ്യം വേണമെന്ന ചർച്ച വന്നപ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമോ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നറിയുന്നു. അതിൽ വാസ്തവമുണ്ടോ? അല്ല, പ്രവർത്തക സമിതിയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ തങ്ങളെ ഏൽപ്പിച്ചതല്ലേ. സ്ഥാനാർത്ഥി നിർണയത്തിനെ കുറിച്ച് ഉള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. തന്നാൽ വാങ്ങാം, അത്രേ ഉള്ളൂ. തന്നാൽ വാങ്ങാന്നല്ല, തരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. പക്ഷെ ഞങ്ങൾക്ക് ബാക്കി എല്ലാ രംഗത്തും നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പാർട്ടിയുടെ വിജയത്തിനും വളർച്ചയ്ക്കും വേണ്ടി നമ്മുടെ മുസ്ലിം ലീഗ് എന്ന മാതൃസംഘടനയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അവർക്കറിയാം, നേതൃത്വത്തിന് അറിയാം, നന്നായി പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് നേതൃത്വത്തിന് അറിയാം. ഈ ബിന്ദുകൃഷ്ണ പറയുന്നത് പോലെ വിന്നബിലിറ്റി എന്നുള്ള ഒരു ഘടകം മുസ്ലിം ലീഗിലും അത്തരത്തിലുള്ള ഒരു വിഷയത്തിന് സാധ്യതയുണ്ടോ, സ്കോപ്പുണ്ട്? അതായത് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, അവിടെ വിജയം തന്നെയാണ് പ്രധാനം. ഒരു വനിതയെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ജയസാധ്യത ഉണ്ടാവില്ല എന്നുള്ള ചർച്ചകളൊക്കെ ഈ ഘട്ടത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കിടയിലും ലീഗിൽ വരാറുണ്ടോ? അത്തരം ചർച്ചകൾ ഇടം പിടിക്കാറുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത്തരം എന്തുകൊണ്ട് നമുക്ക് വനിതാ ലീഗിന് സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല. തീരുമാനമെടുക്കുന്ന ബോഡികളാണ് അതിന് ഉത്തരം പറയേണ്ടത്. ചിലപ്പം അതായിരിക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജയസാധ്യതയുള്ളതൊക്കെ തന്നെ പുരുഷന്മാർ ജയിച്ചു വരട്ടെ എന്നായിരിക്കാം. വനിതാ ലീഗിലൂടെ ഒത്തിരി കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ കടന്നു വരുന്നുണ്ടോ ഇപ്പോൾ? വനിതാ ലീഗിൽ വർഷങ്ങളായി ഇപ്പം നേതൃത്വ ലെവലിലുള്ളവരൊക്കെ തന്നെ വളരെയധികം കഴിവും പ്രാപ്തിയുള്ളവർ തന്നെയാണ്. ഇപ്പം അഡ്വക്കേറ്റ് KP മറിയം പഞ്ചായത്ത് ഭരിച്ചതാണ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിച്ചതാണ്. അന്ന് മറിയമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർമാരിൽ പലരും ഇന്ന് 2-3 പ്രാവശ്യം MLA-മാരായി മാറിയതാണ്. അഡ്വക്കേറ്റ് കുൽസു ഉണ്ട്, ഒരുപാട് അഡ്വക്കേറ്റ്സ് നമ്മളെ ജില്ലാ നേതൃത്വം. കൊല്ലത്തൊരു അഡ്വക്കേറ്റ് റംല ഉണ്ട്, തൃശ്ശൂരിൽ അഡ്വക്കേറ്റ് നഫീസ ഉണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ടീച്ചർമാരുണ്ട്. നമുക്ക് ഒരുപാട് ഓരോ 14 ജില്ലയിലും അതിശക്തമായ വനിതാ ലീഗിൻ്റെ നിര നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതറിയാം, നേതൃത്വത്തിനും അറിയാം. ശ്രീമതി EC ആയിഷ, വെൽഫെയർ പാർട്ടിയുടെ കാര്യം വിഭിന്നമാണ്. വെൽഫെയർ പാർട്ടി
സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യമൊക്കെ നൽകുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിൽ എന്താണ് സംഭവിക്കുന്നത്? ആകെ ഒരു ഖമറുന്നീസ അൻവറിനെ മാത്രമേ വനിതാ ലീഗിന് മുന്നോട്ട് വെക്കാനുള്ളൂ. ഇത്രയും കാലത്തിനിടയിലെ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുസ്ലിം ലീഗിൽ എന്തുകൊണ്ടാണ് വനിതകൾക്ക് ഇങ്ങനെ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്നത്? അത് പറയേണ്ടത് അവരുടെ നേതൃത്വം തന്നെയാണ്. എന്തായിരുന്നാലും മുസ്ലിം ലീഗിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞു വിജയസാധ്യത സ്ത്രീകളാവുമ്പോൾ ഉണ്ടാകില്ല, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളാണ് ഇവരൊക്കെ സ്ത്രീകൾക്ക്. മുസ്ലിം ലീഗ് ഏതായിരുന്നാലും സ്ത്രീകൾക്കൊരു സീറ്റ് പോലും നൽകാറില്ല ഇതുവരെ. അവിടെ സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് സീറ്റ് തരണം, ഞങ്ങൾക്ക് കൂടി സ്ഥാനം അനുവദിക്കണം എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം പോലും മുസ്ലിം ലീഗിലെ സ്ത്രീകൾ കാണിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായിരുന്നാലും ഒരു സന്തോഷകരമായിട്ടുള്ള വനിതാ ലീഗിൽ പുരോഗമനപരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ തവണ. ഖമറുന്നീസ അൻവർ പറഞ്ഞു സ്ത്രീകളെ കൂടി പരിഗണിക്കണം, ഞങ്ങൾക്ക് സീറ്റ് നൽകണമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ടും ഇപ്പോൾ ആദ്യഘട്ട പ്രഖ്യാപനം വന്നപ്പോൾ 20 സീറ്റിലേക്ക് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു മേമ്പൊടിക്ക് പോലും ഒരു സ്ത്രീയെ പോലും വെക്കാൻ അവരുടെ നേതൃത്വം തയ്യാറായിട്ടില്ല. കാരണം ഇതാണ്. നല്ലപ്പോൾ നൂർബിന റഷീദ് പറഞ്ഞല്ലോ, KP മറിയമൊക്കെ, അഡ്വക്കേറ്റ് KP മറിയമ എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൽ അവരെപ്പോലെ കഴിവും തൻ്റെ ഇടവും ചങ്കൂറ്റവുമുള്ള പുരുഷന്മാർ വരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ള എത്രയോ സ്ത്രീകൾ ഉണ്ടായിട്ടും അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഖമറുന്നീസ അൻവർ തോറ്റുപോയത് തോൽക്കുന്ന സീറ്റ് അവർക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വിജയ സാധ്യതയുള്ള, അപ്പോൾ മലപ്പുറത്ത് കൊടുത്ത് നിർത്തട്ടെ ഖമറുന്നീസ അൻവറിനെ, അല്ലെങ്കിൽ മറിയുമ്മനെ ആരെങ്കിലുമൊക്കെ മലപ്പുറത്ത് കൊടുത്ത് നിർത്തി നോക്കട്ടെ. അതുപോലെ അവരുടെ പോക്കറ്റുകളിൽ, ശക്തി കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ മത്സരിപ്പിക്കാൻ അവരുടെ നേതൃത്വം തയ്യാറാകുന്നില്ല. പുരുഷ മേധാവിത്വ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം KM ഷാജി, അതുപോലെ MK മുനീർ, ഇവരൊക്കെ വലിയ വിപ്ലവം പ്രസംഗിക്കുന്ന ആളുകളാണല്ലോ. ഇവരൊക്കെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. എന്നിട്ട് പോലും കഴിഞ്ഞ അസംബ്ലിയിൽ ഉണ്ടായില്ല, ഇപ്പോൾ പ്രഖ്യാപിച്ചതിലില്ല. ഇനിയിപ്പോൾ ഒരു 4 സീറ്റ് പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ എനിക്കൊരു പ്രതീക്ഷയും കാണുന്നില്ല. ഈ 4 സീറ്റിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവർ പറയുമെന്ന്. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ, നിർബന്ധിതമായി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും തോൽക്കാൻ വിധിക്കപ്പെട്ട ഒരു സീറ്റ് നീക്കി കൊടുക്കും. ഞങ്ങൾ വെൽഫെയർ പാർട്ടിനെ സംബന്ധിച്ച് അറിയാമല്ലോ, ഞങ്ങളുടെ പോളിസിയിൽ തന്നെ 50% സ്ത്രീകളെ രാഷ്ട്രീയ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരും എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുക മാത്രമല്ല, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ 5 സീറ്റിലേക്കാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചത്. അതിൽ 2 സീറ്റ് സ്ത്രീകൾക്കുള്ളതായിരുന്നു. അതേപോലെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന മത്സരത്തിൽ 41 സ്ഥാനാർത്ഥികൾ ഞങ്ങളുടേത് വിജയിച്ചപ്പോൾ അതിൽ 31 സ്ത്രീകളാണ് വിജയിച്ചത്. ഇനിയിപ്പോൾ അസംബ്ലിയിലേക്ക് ആദ്യഘട്ട സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 3 സ്ത്രീകൾ അതിൽ വന്നിട്ടുണ്ട്. ഈ ഞാനുമൊക്കെ മത്സരരംഗത്ത് ഉള്ള ആളാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്. ഞങ്ങൾ ഈ ജനറൽ സീറ്റിൽ വരെ വ്യക്തമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, CPM ഇക്കാര്യത്തിൽ പ്രശംസനീയമായ ചില ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി അവർ അത് വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലായാലും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന്റെ കാര്യത്തിലായാലും ഒക്കെ. പക്ഷെ കോൺഗ്രസിൽ മതിയായ രീതിയിലുള്ള പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീമതി EC ആയിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനബിലിറ്റി എന്നുള്ള ഒരു ഘടകത്തിനപ്പുറത്ത്, അത് പുറമെ പറയാനുള്ള ഒരു കാരണം, അതിനപ്പുറത്ത് ഒരു ആൺകോയ്മ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ മനസ്സ് തന്നെയല്ലേ സ്ത്രീകൾക്ക് കോൺഗ്രസിനകത്ത് സീറ്റുകൾ നിഷേധിക്കുന്നത്? കോൺഗ്രസ് പൂർണ്ണമായി വനിതകൾക്ക് സീറ്റ് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ നാളിതുവരെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വനിതകളെ നിയമസഭയിൽ ജയിപ്പിച്ചെടുത്തത്, കൂടുതൽ പേരെ മന്ത്രിമാരാക്കിയിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് വളരെ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ചർച്ചയിൽ ശ്രീമതി ഐഷ സൂചിപ്പിച്ചതുപോലെ വിന്നബിലിറ്റിയും പാർട്ടിയുടെ സാധ്യതകളും പരസ്പര പൂരകങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു.
സാധ്യമായ മേഖലകളിലെല്ലാം എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് പരമാവധി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്നത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അധികാര രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിലേക്ക് സ്ത്രീ സാന്നിധ്യം ഇന്നും അകലെയാണ്. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്ന യഥാർത്ഥ ബോഡികളിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു പാർട്ടിയിലും കാര്യമായ സ്ത്രീ പ്രാതിനിധ്യമില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ അധികാരത്തിന്റെ ഏത് കേന്ദ്രങ്ങളിലായാലും സ്ത്രീകളുടെ അർഹമായ പ്രാതിനിധ്യമില്ല. യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും എല്ലാ ഉയരങ്ങളിലും എത്തപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അധികാര രാഷ്ട്രീയത്തിന്റെ അയലത്ത് എത്താത്ത നിലയിൽ സ്ത്രീകൾ മാറി നിൽക്കുന്ന സാഹചര്യം പലതും പറയുമെങ്കിലും ഒരു സാമൂഹ്യ മനപരിവർത്തനത്തിന്റെ പരിവർത്തനം ഉണ്ടാകാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാൻ പാർട്ടി അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി തുടക്കത്തിൽ ഇക്കാര്യത്തിൽ സ്തുത്യർഹമായ ചില ചുവടുവെപ്പുകൾ നടത്തിയിരുന്നു. അന്ന് BJP-യോടൊപ്പം ചേർന്ന് സുഷമാ സ്വരാജിനൊപ്പം ചേർന്ന് ഇക്കാര്യത്തിൽ പടപൊരുതിയതൊക്കെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പിന്നീട് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വലിയ നീക്കങ്ങളൊന്നും കണ്ടില്ല. വനിതാ സംവരണം പാർലമെന്റിന്റെ കടമ്പ കടക്കാതിരിക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ പറയുന്നത് പോലെ JDU, RJD തുടങ്ങിയ കക്ഷികളാണ്. ഈ കക്ഷികളോടൊക്കെ ഒരു സമവായ ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പോസിറ്റീവായ ചർച്ചകൾ നടത്താനോ ഒന്നും കോൺഗ്രസ് പാർട്ടി പിന്നീട് തയ്യാറായിട്ടില്ല. 2010 ഇന്ത്യൻ രാഷ്ട്രീയം ഓർക്കുന്നവർ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വസ്തുതകൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. 2010 രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അന്നത്തെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ള സമ്മാനം എന്ന നിലയിൽ തന്നെയാണ് നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള വനിതാ സംവരണ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. അത് പാസാക്കിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസിന് ആ ബില്ല് സഭയിൽ പാസാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും ലോക്സഭയിൽ അതിനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. രാജ്യസഭയിൽ അത് പാസാക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ യാദവ ത്രയങ്ങളുടെയും സിംഗ് യാദവ്, ശരത് യാദവ്, ലാലു പ്രസാദ് യാദവ് ഇത്തരം നേതാക്കന്മാരുടെയും അവരുടെ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ സംഘർഷം ഉണ്ടാകും. വാച്ച് ആൻഡ് വാർഡ് അടക്കമുള്ളവരെ കൊണ്ട് അംഗങ്ങളെ മാറ്റി ആ ബില്ല് പാസാക്കി എടുക്കുന്നതിൽ ഇന്നും ആ ബില്ല് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ നിലയിലേക്ക് ആക്കിയത് ശ്രീമതി സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലനം ഈ രാജ്യം കണ്ടു. അതിനുശേഷം അന്ന് ആ ബില്ല് പാസാക്കിയെടുക്കുന്നതിൽ ഒപ്പം നിന്നവരാണ് ശ്രീമതി സുഷമാ സ്വരാജും ശ്രീമതി ഗീതാ മുഖർജിയും അതുപോലെ തന്നെ ശ്രീമതി ബൃന്ദാ കാരാട്ടും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാര്. പക്ഷേ ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ BJP-യുടെ നേതാവ് ശ്രീമതി സുഷമാ സ്വരാജ് വളരെ ശക്തമായി പ്രതികരിച്ചു, ഞങ്ങൾ ഇത്തരത്തിൽ ലോക്സഭയിൽ ബില്ല് പാസാക്കാൻ അനുവദിക്കുകയില്ല എന്ന്. അത്തരത്തിൽ BJP-യുടെ നിസ്സഹകരണവും മറ്റ് സംഘടനകളുടെ നിസ്സഹകരണവും കൂടി ആയപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം ആ ബില്ല് പാസാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കോൺഗ്രസിനുള്ള ഇച്ഛാശക്തി എല്ലാ ഘട്ടത്തിലും ശ്രീമതി സോണിയാഗാന്ധി വ്യക്തമാക്കുകയും അതനുസരിച്ചുള്ള ചിന്തകൾ പല ഘട്ടങ്ങളിലായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവിയിൽ ഇരിക്കുവാൻ ശ്രീമതി സോണിയാഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി സ്ഥലങ്ങൾ വനിതകൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ പാർട്ടികളുടെ ഇച്ഛാശക്തിയും തന്നെ സാമൂഹ്യ ഇടപെടലും ഉണ്ടായേ മതിയാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിഡിസ്റ്റ് അവറിൽ ഇനിയൊരു ഇടവേള. അഷ്റഫ് വേങ്ങാട്ട്, KMCC സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, അദ്ദേഹം കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ അഷ്റഫ് വേങ്ങാട്ട്, മുസ്ലിം ലീഗിൽ പ്രവാസികൾക്കും ഒപ്പം യുവാക്കൾക്കുമുള്ള പ്രാതിനിധ്യം എത്രയുണ്ട് എന്നുള്ള വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ CP ബാവ ഹാജി എല്ലാ തവണയും സാധ്യതാ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ്. ഇപ്രാവശ്യം ബാവാജിയെയും PMA സലാമിനെയും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കണ്ടില്ല. അതിന് 4 സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? മുൻകാലങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്ത് പറയുന്നുവോ ആ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളായ എല്ലാ ഘടകങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇന്നും പ്രവാസി സമൂഹത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവജന വിഭാഗത്തിനും അർഹമായ സ്ഥാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ഇക്കാര്യങ്ങളിലൊക്കെ വളരെ സമഗ്രമായ പഠനങ്ങൾ നടത്തി അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന
ഏതൊരു തീരുമാനവും അക്ഷരം പ്രതി ഉൾക്കൊള്ളാൻ എല്ലാ മുസ്ലിം ലീഗിന്റെ മുഴുവൻ കീഴ്ഘടകങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇന്നും ഇപ്പൊ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച ഒരു പ്രവാസി സംഘടന, മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ KMCCയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് പ്രവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങളും മുസ്ലിം ലീഗിന്റെ നേതൃത്വം കേട്ടിട്ടുണ്ട്. അർഹമായ രീതിയിൽ പ്രവാസി സമൂഹത്തെ പരിഗണിക്കാൻ എക്കാലത്തും മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ UDFന്റെ കാലത്തും പ്രവാസി സമൂഹത്തിന് വേണ്ടി ഒഡേപെക്കിന്റെ ചെയർമാനായി KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടിയെ നിയോഗിക്കുകയും പ്രവാസി സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നോർക്ക വഴി യുഡിഎഫിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ വളരെ ശക്തമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നേതൃത്വത്തെ സമീപിക്കുന്ന രീതി മുസ്ലിം ലീഗ് പ്രവാസി സംഘടനയായ KMCCക്കോ അതുപോലുള്ള മുസ്ലിം ലീഗിന്റെ മറ്റ് കീഴ്ഘടകങ്ങൾക്കോ ഉണ്ടാകാറില്ല എന്നതാണ്. നേതൃത്വം തന്നാൽ വാങ്ങാം എന്ന് തന്നെയാണ് പ്രവാസി സംഘടനയായ KMCCയുടെയും നിലപാട്. ശ്രീമതി നൂർബിന റഷീദ്, നമുക്ക് ഈ പാർലമെന്റിന്റെ കടക്കാത്ത വനിതാ സംവരണത്തിന്റെ കാര്യത്തിലേക്ക് വരാം എന്ന് തോന്നുന്നു. കമറുന്നീസ അൻവർ സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് നിയമം പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയത് എന്ന് നേരത്തെ നൂർബിന റഷീദും പറഞ്ഞു. ഇപ്പോൾ ഇതിനെ ലോക്സഭയിൽ ഇത് നിയമത്തിൽ വരാതിരിക്കാനുള്ള പ്രധാന കടമ്പ ഈ പറഞ്ഞതുപോലെയുള്ള RJD, JDU, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയുമാണ് ഇക്കാര്യത്തിൽ ഒരു കടമ്പയായി കിടക്കുന്നത്. ഈ മൂന്ന് പാർട്ടികളും കോൺഗ്രസിനോടൊപ്പമാണ്. കോൺഗ്രസിന് സോണിയാഗാന്ധിക്ക് നല്ല രീതിയിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയാൽ വിജയിപ്പിക്കാവുന്നതല്ലേ ഈ സംവരണ ബിൽ? തീർച്ചയായും ഈ സംവരണ ബില്ല് വന്നേ മതിയാവും. ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ തന്നെ സംവരണം വന്നതിന് ശേഷമാണല്ലോ ഇത്രയധികം വനിതകളുടെ പ്രാതിനിധ്യം വന്നത്. അപ്പം നമ്മുടെ നേരത്തെ ബിന്ദുകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഇച്ഛാശക്തി വേണം, പൊതുസമൂഹത്തിന് ഒരു ഇച്ഛാശക്തി വേണം. എങ്കിലേ സ്ത്രീകൾക്ക് ഈ മത്സര രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. നമ്മളിപ്പം അന്തർദേശീയ വനിതാ ദിനം വീണ്ടും March 8-ന് ആചരിക്കാൻ പോവുകയാണ്. UN-ൻ്റെ റെസൊല്യൂഷൻസ് തന്നെ ജെൻഡർ ഈക്വാളിറ്റിയാണ്. 3 റെസൊല്യൂഷൻസിലൊന്ന് ജെൻഡർ ഈക്വാളിറ്റിയാണ്, ഒന്ന് വിമൻ എംപവർമെൻ്റ് ആണ്, മറ്റൊന്ന് പറയുന്നത് വിമൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയേണ്ട ഗതികേടിലേക്കാണ് UN പോലും. വിമൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള വേർഡാണ് UN ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനായി പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനായി പ്രാർത്ഥിക്കാം, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ മനസ്സിലാണ് സാമൂഹ്യ നീതി വരേണ്ടത്. മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അത് ഓരോരോ വ്യക്തിയിൽ നിന്നും വരണം. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളും വിചാരിക്കണം ഇത് എനിക്ക് മാത്രമുള്ളതല്ല, എൻ്റെ സഹോദരിമാരും ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ, അവർക്കും അവസരം കൊടുക്കട്ടെ എന്നുള്ളത് ആ പ്രതീക്ഷയോടുകൂടിയാണ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ അർഹിച്ചതിനപ്പുറം പ്രാതിനിധ്യമുണ്ട് വനിതകൾക്ക്. ഒരുപക്ഷെ അത് ഗുണം തന്നെയാണ് സമൂഹത്തിൽ ചെയ്തത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അഴിമതി ഇല്ലാതാക്കും, സുതാര്യത കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു പൊതുവെയുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് വനിതകളൊക്കെ തന്നെ. താഴെ തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അധികാരത്തിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടാണ് അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു വരുന്നത്. റൈറ്റ്. ശ്രീ PK ശ്രീമതി ടീച്ചർ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PK ശ്രീമതി ടീച്ചർ, CPM ഒരു പക്ഷേ ഇക്കാര്യത്തിൽ കുറെ കൂടി മുന്നോട്ട് പോയ ഒരു സംഘടനയാണ്. EK നായനാർ മന്ത്രിസഭയിലാണ് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളതും. അക്കാര്യത്തിലൊക്കെ അഭിമാനിക്കാം CPM-ന്. പക്ഷേ കമ്പാരിറ്റീവിലെ മുകളിലാണെങ്കിൽ പോലും അർഹമായ പ്രാതിനിധ്യം വനിതകൾക്ക് CPM-നകത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ തവണയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അർഹമായ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേസമയത്ത് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കുന്നതും കൊടുക്കുന്നതും ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ CPIM ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണമാണ്. ഞാൻ ജയിച്ചപ്പോ മന്ത്രിയായിട്ടുണ്ട്.
അതിനുശേഷം എന്നെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു. നിരവധി പേര് ഇവിടെ ജനറൽ സീറ്റിൽ മേയറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാൻ സാധിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തരല്ല. കാരണം സ്ത്രീകളുടെ കഴിവുകളെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും വളരെ വികലമായ ഒരു ധാരണയാണ് ഇന്ത്യൻ സമൂഹത്തിനുള്ളത്, കേരളീയ സമൂഹത്തിനും ഉള്ളത്. പൊതുവെ തന്നെ പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതാണെന്ന് സ്വയം തോന്നേണ്ടതാണ്. പക്ഷെ അത് തോന്നാത്ത സന്ദർഭത്തിലാണ് ഐക്യരാഷ്ട്രസഭ തന്നെ മുൻകൈയെടുത്ത് ഈക്വാലിറ്റിയെ സംബന്ധിച്ച് ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, നിയമത്തിന്റെ പരിരക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് സോവിയറ്റ് റഷ്യയിലായിരുന്നു സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റ് നടക്കുന്ന സന്ദർഭത്തിൽ ഗാലറിയിലിരുന്ന് ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു, ഞങ്ങൾ മനുഷ്യജീവികളാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ശബ്ദമുണ്ടാക്കി. അതിനെ തുടർന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ഉറവിളി ഉണ്ടായി. അതിനെ തുടർന്ന് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. ഇന്ന് കേരളത്തിൽ 10 ലക്ഷം സ്ത്രീ വോട്ടർമാർ പുരുഷന്മാരേക്കാൾ കൂടുതലാണ്. പക്ഷേ എന്താണ് നിയമനിർമ്മാണ സഭയുടെ രംഗത്ത് അവരുടെ സ്ഥിതി? കേരളത്തിൽ LDF ഗവൺമെന്റ് ഭരിക്കുന്ന സന്ദർഭത്തിൽ 50% സീറ്റുകൾ ഭാരവാഹികൾക്കുൾപ്പെടെ റിസർവ് ചെയ്ത് നിയമം പാസാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. CPIM-ന്റെ നേതാവ് ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് അത് കഴിഞ്ഞു. ഈ രാജ്യത്ത് വേറെ എവിടെയാ സാധിച്ചിട്ടുള്ളത്? പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 50-50 ഈക്വൽ എന്നുള്ള നിലയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിലല്ലാതെ. 50% അങ്ങയുടെ ഇടയിൽ മാത്രം പോരാ, ഇവിടെ 54% ഇപ്പൊ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രം മതിയോ? പോരാ. ഈ രാജ്യത്ത് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. എല്ലാവരുടെയും വോട്ടിന്റെ മൂല്യം ഒരുപോലെയാണ്. സ്ത്രീകൾക്ക് കൂടുതൽ അവകാശം, അവരുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കണം. അപ്പോൾ ഭരണഘടനാപരമായ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നിയമനിർമ്മാണ വേദികളിൽ കൂടി ഉണ്ടാവണം. തിരികെ എത്താം താങ്കളിലേക്ക്. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി ഇസി ആയിഷ, ഈ കോൺഗ്രസ് ഇതിനകത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നേരത്തെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് വിചാരിച്ചാൽ ഇപ്പോൾ സംവരണ ബിൽ പാർലമെന്റ് കടക്കാതിരിക്കാൻ കൃത്യമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന RJD പോലെയുള്ള, JDU പോലെയുള്ള, സമാജ്വാദി പാർട്ടി പോലെയുള്ള പാർട്ടികൾ കോൺഗ്രസിൻ്റെ കൂടെയാണുള്ളത്. ശ്രീമതി സോണിയാഗാന്ധി ക്രിയാത്മകമായ ഒരു ചുവടുവെപ്പ് നടത്തിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വലിയ പാർട്ടി ഇന്നും കോൺഗ്രസ് തന്നെയാണ്. ആ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയാണ്. അപ്പോൾ സോണിയാഗാന്ധി ഒന്ന് ശക്തമായിട്ട് തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംവരണ ബില്ല്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ്, ഇനിയിപ്പോൾ സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഒക്കെ സ്ത്രീകൾ അങ്ങനെ ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം മാറി നിന്നാൽ മതി, അധികാരത്തിലേക്ക് അവർ വരേണ്ടതില്ല. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മനസ്സിനെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൻ്റെ മനസ്സ് അങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്. അതായത് രാഷ്ട്രീയ മേഖല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ കടന്നു വരാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അത് വേറെ ഒരു ലൈനാണ്. സ്ത്രീകൾ വോട്ട് ചെയ്താൽ മതി എന്ന് വ്യാപകമായിട്ട് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ, ഈ വിനബിലിറ്റി, ജയസാധ്യത എന്നുള്ള ഘടകം വനിതകൾക്ക് മുന്നിൽ വലിയൊരു വില്ലനാകുന്നു എന്നുള്ളൊരു പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയിലായാലും ഈ പറഞ്ഞ പോലെ. റേപ്പിക്ക ശ്രീമതി ടീച്ചർ ടെലിഫോൺ ലൈനിൽ കട്ടായിട്ടുണ്ട്. ശ്രീമതി നൂർബിന റഷീദ്, ഇനിയിപ്പോൾ 4 സീറ്റുകൾ ബാക്കിയുണ്ട് പ്രഖ്യാപിക്കാനായിട്ട്. ആ 4 സീറ്റുകളിൽ ഏത് സീറ്റാണ് വനിതാ ലീഗ് പ്രതീക്ഷ കൂടുതൽ? അല്ല, വനിതാ ലീഗ് അങ്ങനെ ഇന്ന സീറ്റ് വേണമെന്നൊന്നും പാർട്ടിയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയോട് വനിതാ ലീഗിൻ്റെ പ്രതിനിധികളെ പരിഗണിക്കണം, നിയമസഭാ സ്ഥാനാർത്ഥികളെ നിർണയത്തിൽ പരിഗണിക്കണമെന്നിൽ പാർട്ടി പറയുന്ന എന്തും ശിരസ വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ചടക്കമുള്ള പോഷക സംഘടന. ശ്രീമതി ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ടീച്ചർ, ഈ വിനബിലിറ്റി എന്നുള്ള ഘടകം വനിതാ പ്രാതിനിധ്യത്തിന് മുന്നിൽ വലിയ വിലങ്ങുതടിയായ അനുഭവമാണ് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെ കണ്ടുവരുന്നത് എന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. അത്തരമൊരു വിഷയം
മാർക്സിസ്റ്റ് പാർട്ടിയിലുമുണ്ടോ? ഈ വിനബിലിറ്റി സ്ത്രീകളുടെ കാര്യത്തിലും കൂടി ഇല്ലാതാക്കുന്നതിന് പിന്നിൽ, ഉണ്ടാകാത്തതിന് പിന്നിൽ എന്ത് കാരണങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? നിങ്ങൾ ആദ്യം പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായില്ല. ജയസാധ്യതയില്ലാത്തത് കൊണ്ടാണ് വനിതാ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൽ നിർത്താത്തത് എന്നുള്ള പൊതുവെയുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് മുസ്ലിം ലീഗിലായാലും ഉണ്ട്. CPM-ൽ അങ്ങനെയുണ്ടോ? ജയസാധ്യതയില്ലാത്തത് കൊണ്ടാണോ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാത്തത്? അല്ല, ഞങ്ങളുടെ കഴിഞ്ഞ 2-3 തവണകളിലായി ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജില്ലക്കകത്ത് CPM-ന് കിട്ടുന്ന സീറ്റുകളിൽ ഒരു സീറ്റ് സ്ത്രീക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് പതിവ്. ഒരു സ്ത്രീ എന്തായാലും മത്സരിക്കും. അതിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്, ജയസാധ്യത അടുത്തുള്ള മണ്ഡലങ്ങളുണ്ട്, ചിലപ്പോൾ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 7-8 മെമ്പർമാര് CPM-ന് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആളുകളും തോക്കും, സ്ത്രീകളും തോക്കും. യഥാർത്ഥത്തിൽ സ്ത്രീകൾ മത്സരിച്ചാൽ ജയസാധ്യത കുറവാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പകരം രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ബൂർഷ്വാ പാർട്ടികൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ആകെ ഒരു 10 പേരെ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും ഉറച്ച സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കണം. അതിനവർ തയ്യാറല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഷാനിമോൾ ഉസ്മാൻ തന്നെ വളരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പിന്മാറിയത് ഞാൻ ഓർക്കുന്നു. അതുപോലെ മുസ്ലിം ലീഗിൽ നല്ല തന്റേടമുള്ള അക്കാര്യത്തിൽ CPM-നെതിരെയും ആക്ഷേപങ്ങളുണ്ട്. CPM-ന് എത്ര വനിതാ സംസ്ഥാന സെക്രട്ടറിമാർ ഇക്കാലയളവിനുള്ളിൽ ഉണ്ടായി, എത്ര ജില്ലാ സെക്രട്ടറിമാരുണ്ടായി എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യം അവരും ഉന്നയിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കള് സ്റ്റേറ്റ് തലത്തിലുള്ള നിരവധി നേതാക്കന്മാര് MLA-യും MP-യും ആയിട്ടുണ്ട്. നിരവധി പേരെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷെ കോൺഗ്രസുകാർക്ക് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് എത്ര പേരാണ് കോൺഗ്രസിന്റെ വനിതകൾ നിയമസഭയിലേക്ക് വന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് നിരവധി പേരെ കാണിക്കാൻ സാധിക്കും. ഞങ്ങളുടെ പാർട്ടി തീരെ പരിഗണിക്കാത്ത ഒരു പാർട്ടി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്ത്രീകളെ പരിഗണിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അതിന് പോരാ എന്നുള്ള അഭിപ്രായം, ഞങ്ങൾക്ക് അതിന് കൂടുതൽ വേണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് പാർട്ടിക്കും ഉണ്ട്. അതേ സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ ഒരുപാട് നേതാക്കളും വർഗവിഭജന സംഘടനകളുടെ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്നുള്ളത് വരുമ്പോൾ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് 33.3% റിസർവേഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് നടപ്പിലായാൽ മാത്രമേ, നിയമം മൂലം നടപ്പിലാകുമ്പോൾ മാത്രമേ അത് വളരെയധികം നന്ദി ശ്രീമതി ടീച്ചർ. സമയപരിമിതിയിലുമാണ് ഇടപെടേണ്ടി വരുന്നത്. ശ്രീമതി നൂർബിന റഷീദ്, അവസാനമായി ഈ കാത്തിരിപ്പ് എത്ര നാൾ തുടരും? ഈ വനിതകൾക്കിടയിൽ, മുസ്ലിം ലീഗിലെ വനിതകൾക്കുള്ളിൽ താങ്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരു നീരസമൊക്കെ ഇല്ല. ഇപ്പോൾ തന്നെ കൊടുവള്ളിയിൽ MA റസാഖ് മാസ്റ്ററെ നിർത്തിയത് കാരണം ചില വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നു. അവിടുത്തെ മണ്ഡലം സെക്രട്ടറി രാജിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും ഒടുവിലെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗിനുള്ളിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ ഒരു വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും വനിതാ ലീഗിന് യാതൊരുവിധ നീരസമൊന്നും ഇല്ല, പ്രതിഷേധങ്ങളും ഇല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു, കിട്ടിയാൽ നന്നായി മത്സരിക്കും, വിജയിച്ച് കാണിച്ചു കൊടുക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും പ്രവൃത്തി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വെറും പാർലമെൻ്ററി വ്യാമോഹം മാത്രമല്ലോ നമുക്ക്. പാർലമെൻറ്റിലൂടെയോ നിയമസഭയിലൂടെയോ മാത്രമല്ലോ നമ്മൾ വനിതകളെ സേവിക്കേണ്ടത്, സമൂഹത്തെ സേവിക്കേണ്ടതൊക്കെ തന്നെ. പക്ഷേ തരേണ്ടത് ആ ഉന്നതാധികാര ബോഡിയാണ്. അവർ ചിന്തിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വീണ്ടും കർമ്മപഥത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ആ കാത്തിരിപ്പ് സഫലമാണ്. അടുത്ത നിയമസഭ എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പ്രവർത്തനം അങ്ങോട്ടേക്ക്. വളരെയധികം നന്ദി ശ്രീമതി നൂർബിന റഷീദ്, ശ്രീമതി EC ആയിഷ, ശ്രീമതി PK ശ്രീമതി ടീച്ചർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ അഷ്റഫ് വേങ്ങാട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. ഇതോടെ മിഡീസ് ടവർ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.